വീടുകൾ തോറും വന്നെത്തി അവിടെ കുടിയിരുന്ന് മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു അമ്മയെക്കുറിച്ച് അറിയണ്ടേ? അതെ, ചരിത്ര പ്രസിദ്ധമായ തിരുവനന്തപുരം മേജർ വെള്ളയാണി ദേവീക്ഷേത്രം. 3 വർഷം കൂടുമ്പോഴാണ് അമ്മയുടെ കാളിയൂട്ട് മഹോത്സവം വരുന്നത്. ഏകദേശം 60-65 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവ ദിനങ്ങളാണ്. ഈ ദിനങ്ങളിൽ അമ്മ ക്ഷേത്ര ശ്രീകോവിൽ നിന്നും പുറത്തിറങ്ങി കണ്ടത്തിൽ പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന പച്ചപ്പന്തലിൽ വന്ന് കുടിയിരിക്കും. ഈ പച്ചപ്പന്തലിനുള്ളിൽ നിന്നാണ് പിന്നെ അമ്മ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദിക്കുവലിക്കായിട്ടും മക്കളുടെ ഭവനങ്ങളിലേക്കുമെല്ലാം സഞ്ചരിച്ചു പോകുന്നത്. മക്കൾ അമ്മയ്ക്ക് അതിഗംഭീരമായ വരവേൽപ്പാണ് നൽകുന്നത്. അമ്മ വീട്ടുമുറ്റത്തെത്തുമ്പോൾ തന്നെ അമ്മയുടെ ആ പാദങ്ങൾ കഴുകി അനുഗ്രഹത്തോടു കൂടിയാണ് അമ്മയെ വരവേൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ ഒരു ഭാഗത്ത് പ്രത്യേക ശുദ്ധിയിൽ ഒരുക്കിയിരിക്കുന്ന പന്തലിൽ അമ്മ വരുമ്പോൾ തന്നെ അമ്മയ്ക്ക് മുന്നേ അമ്മയുടെ പീഠം, അതായത് ക്ഷേത്രത്തിൽ നമ്മൾ കാണുന്ന അമ്മയിരിക്കുന്ന അതേ പീഠമാണ് വാത്തി കൊണ്ടുവരുന്നത്. അമ്മയുടെ പൂജ ചെയ്യുന്നവരെ വാത്തി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം ആദ്യം ഈ ഭവനത്തിനുള്ളിൽ വന്ന് സഹവാത്തിമാർ അമ്മ ഇരിക്കേണ്ട സ്ഥലം ശുദ്ധിക്രിയകൾ ചെയ്ത് പൂജാ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച് നിലവിളക്ക് തെളിയിച്ച ശേഷമാണ് അവർ പോകുന്നത്. അതിനുശേഷമാണ് അമ്മ എഴുന്നള്ളി ഓരോ ഭവനത്തിലും എത്തുന്നത്. ആ ഭവനത്തിൽ വന്ന് ആ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്ത് അമ്മയുടെ പീഠം ഒരു വാത്തി ഒരുക്കുന്നു. അതിന് മുകളിലായി അമ്മ കുടിയിരിക്കുന്നു. അതിനുശേഷം അമ്മയ്ക്ക് സർവ്വ അലങ്കാരങ്ങളും നൽകുകയാണ്. ആ സർവ്വ അലങ്കാരങ്ങളും നൽകിയ ശേഷം പ്രധാന വാത്തി അമ്മയ്ക്ക് ആ ദീപ അലങ്കാരം നൽകുകയാണ്. ആ ദീപാരതി നൽകിയ ശേഷം എല്ലാ മക്കൾക്കും, ആ ഭവനത്തിലുള്ളവർക്കും അവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവർക്കും പ്രസാദം നൽകിയാണ് അമ്മ മടക്കി അയക്കുക. അതിനുശേഷമാണ് അമ്മയുടെ അടുത്ത ഭവനത്തിലേക്കുള്ള യാത്ര. ഇന്ന് അമ്മയുടെ ആ ഊര് പ്രദക്ഷിണം അവസാനിക്കുന്ന ദിവസമാണെന്ന് ഏപ്രിൽ 10. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്. അത് കഴിഞ്ഞാൽ മലബാറിലെ മാടായിക്കാവ്. ഈ രണ്ടിടത്തു നിന്നുമാണ് കേരളത്തിലുടനീളം ഭദ്രകാളി ചൈതന്യം നിറഞ്ഞതെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പ്രശസ്തമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ വെള്ളയാണി ദേവീക്ഷേത്രം. എന്തായാലും വ്യത്യസ്തമായ ഒരു കാഴ്ച നിങ്ങൾക്ക് മുന്നിൽ. അതായത് അമ്മയുടെ ഉത്സവം തുടങ്ങിയിട്ട് ഏകദേശം 50 ദിവസത്തോട് അടുക്കുന്നു. ഇതുവരെ അമ്മയെ വന്ന് ദർശിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഒരു ബന്ധുഭവനത്തിൽ നിന്നുള്ളൊരു ക്ഷണപ്രകാരം വന്ന് പങ്കെടുക്കാനും ഇതിൻ്റെ ഭാഗമാകാനും അമ്മയുടെ ദർശനം നേടാനും കഴിഞ്ഞു. വലിയ സന്തോഷം.